കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേദിവസം രാത്രി കടല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർണിംഗ് ആണ് ഞാൻ കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടല മുഴുവനും വെള്ളത്തിൽ നിന്നും കുതിർന്നിട്ടുള്ള കടല മുഴുവനായിട്ടും വെള്ളത്തിൽ നിന്നും എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാളയും ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഒന്നുകൂടി കട്ടി കൂടുതലിടാനായിട്ട് മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഉപ്പ്, പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കടലയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി വേണ്ടതെന്നുണ്ടെങ്കിൽ അല്പം കൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് നമ്മുടെ കടലയുടെ ഒപ്പത്തിനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാറ് വേണം, നല്ല ലൂസായിട്ടുള്ള കടലക്കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് വിസിലിട്ട് ഒരു 4-5 വിസിൽ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുതിർത്തിട്ടുള്ള കടലയാണ്. എങ്കിലും നമ്മുടെ നമുക്ക് എന്തോരം വേവ് വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്കത് വിസിലടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വിസിലാണ് അടിച്ചിട്ടുള്ളത്. ഇനി 5 വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം എനിക്ക് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി വെന്തിട്ടുള്ള കടലയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി ഒരു 2-3 വിസിലടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിൽ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും ഒരു 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും സവാളയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി അങ്ങനെ കുറേ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടുന്നതിനേക്കാളും ഇതുപോലെ ഇങ്ങനെ ചതച്ചിടുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇഞ്ചി കടിക്കാൻ എന്തൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് വലിയ പീസായിട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും കേട്ടോ കൂടുതലായിട്ട് തീയിട്ട് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കുറച്ച് ചാറും കൂടിയിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള കടലയുടെ നല്ല ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ല നല്ല കുറുകിയ രീതിയിലാണ് നമുക്ക് കടലക്കറി വേണ്ടത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മുഴുവൻ ചാറ് ഒഴിക്കരുത്. കാരണം അത് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ നിൽക്കണം. അതുകൊണ്ട് കടലയും കുറച്ച് ചാറ് മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊരു 3-4 മിനിറ്റോളം അതൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരു മസാലയും ചാറിലൊക്കെ കിടന്നിട്ട് കടലയിലേക്കൊക്കെ നന്നായിട്ട് അത് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു 3-4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നന്നായിട്ട് നമ്മൾ വേവിച്ച് ഇങ്ങനെ ഉടഞ്ഞ പരുവത്തിലുള്ള കടലയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീണ്ടും തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി നന്നായിട്ട് വെന്ത് ഉടഞ്ഞതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ അതിലേക്ക് നന്നായി പിടിക്കും. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി കട്ടിക്കല്ലേ നമ്മൾ കടല എടുത്തിട്ടുള്ളത്. എന്നാൽ ഒത്തിരി കട്ടിയല്ല, എന്നാൽ ഒത്തിരി ഉടഞ്ഞ പൊരിവുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് അത്
ഇട്ട് ആ ചാറിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് അതിലേക്ക് ചാറൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരിക, ഒന്ന് കുറുകി വരിക. ഇനി നല്ല ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കയ്യിലുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് നന്നായി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടി ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ചേട്ടന് പുട്ടിൻ്റെ കൂടെ നല്ല ലൂസായിട്ടുള്ള കടലക്കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന കടല വേവിച്ച് വെള്ളമൊഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.